ഹലോ ഗൈസ്, ഗാഡ്ജറ്റ്സ് വണ്ണിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിന് ശേഷം നമുക്കിപ്പോൾ ടെക്സ്റ്റ് സ്റ്റാറ്റസ് ഇടാനുള്ള ഒരു ഓപ്ഷൻ കാണാതായിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷന് ശേഷം. പിന്നെ ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ ഒരു ജിഫ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് മാത്രമേ ഇടാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പുതിയൊരു ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് സ്റ്റാറ്റസ് ഇടാനുള്ള ഓപ്ഷനും രണ്ട് ഓപ്ഷനും ഒരുമിച്ച് ലഭിക്കാനുള്ളൊരു ട്രിക്കുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഏത് ബ്രൗസറാണോ നിങ്ങൾ യൂസ് ചെയ്ത ആ ബ്രൗസറിൽ കയറിയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഈ സൈറ്റിലേക്ക് കയറുക. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. കയറുമ്പോഴത്തേക്കും നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഒരു വാട്സപ്പ് ബേട്ട വേർഷൻ്റെ ടെസ്റ്റർ ആയതുകൊണ്ട് URL ടെസ്റ്റർ എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ താഴെ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കയറുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഒരു ടെസ്റ്റർ ആവാനുള്ള ഒരു ബട്ടൺ കാണും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ URL ടെസ്റ്റർ എന്ന് ഇതേപോലെ വരും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡൗൺലോഡ് ദ വാട്സപ്പ് മെസ്സഞ്ചർ ആപ്പ് ഓൺ ഗൂഗിൾ പ്ലേ സ്റ്റോർ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ബേട്ട വേർഷനിലോട്ട് വരും. ഇപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാവരും യൂസ് ചെയ്യുന്നത് വാട്സപ്പ് മെസ്സഞ്ചർ, നോർമൽ വാട്സപ്പ് മെസ്സഞ്ചറാണ്. ഇപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ ഈ വാട്സപ്പിൻ്റെ ബേട്ട വെർഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ താഴെ കാണാം URL ബേട്ട ടെസ്റ്റർ ഫോർ ദിസ് ആപ്പ് ഓസം. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ URL ബേട്ട ടെസ്റ്റർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ വാട്സപ്പ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നോർമലായിട്ടുള്ള വാട്സപ്പ് അപ്ഡേഷൻ ആയിരിക്കത്തില്ല വരേണ്ട. ചിലപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളുടെ ചാറ്റ്സൊക്കെ, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ചാറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ബാക്കപ്പ് ചെയ്യുക. അത് നന്നായിരിക്കും. അപ്പോൾ ഇതായിക്കഴിഞ്ഞു, ഡൗൺലോഡ് ആയിക്കഴിഞ്ഞു, ഇത് ഇൻസ്റ്റാൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ടെക്സ്റ്റ് സ്റ്റാറ്റസ് നമുക്ക് കിട്ടുകയെന്ന്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ പോയിട്ട് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ കയറുക. സെറ്റിങ്സിൽ കയറിയിട്ട് നമ്മുടെ അക്കൗണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എബൌട്ട് ആൻഡ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ സ്റ്റാറ്റസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഏത് സ്റ്റാറ്റസ് വേണോ, ടെക്സ്റ്റ് സ്റ്റാറ്റസ് അത് ഏത് വേണോ നമുക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ വാട്സപ്പിൽ പോയ ടെക്സ്റ്റ് സ്റ്റാറ്റസ് തിരിച്ചെടുക്കുന്നത്. ഈ എൻ്റെ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ളൊരു ബെൽ ബട്ടൺ റിങ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളെ ഈസി ആയിട്ട് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇപ്പോൾ ഞാനൊരു പുതിയ യൂട്യൂബറാണ്. സോ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.